അരനൂറ്റാണ്ടിലധികമായി അമേരിക്കയുടെ പ്രസ്റ്റീജ് ആയിരുന്നു, അമേരിക്കയുടെ അഭിമാനമായിരുന്ന ഒരു ഏജൻസിക്ക് പൂട്ടിട്ടു. USAID അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ലോകത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ഒരു ഏജൻസിയാണ് USAID ആണ് ലോകത്ത് എവിടെ ദുരന്തമുണ്ടായാലും നമുക്ക് കാണാം USAIDന്റെ ലോഗോ. USAID ആണ് ലോകത്തിന് മുഴുവൻ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം എല്ലായിടത്തും അമേരിക്കയുടെ സാമ്പത്തിക സഹായം എത്തുന്നത് USAIDിലൂടെ. ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന USAID അടച്ചുപൂട്ടി. USAIDന്റെ വെബ്സൈറ്റ് ഇപ്പൊ എടുത്ത് നോക്കിക്കേ, ഈ വെബ്സൈറ്റ് ഇല്ല എന്ന് കാണുന്നത്. അതായത് കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ, ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്ത USAID അടച്ചുപൂട്ടി. പ്രഖ്യാപിച്ചത് എലൻ മസ്ക് ആണെന്ന് ഓർക്കണം. 130 രാജ്യങ്ങളിൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന സംഘടനയാണ് USAID. $40 ബില്യൺ കഴിഞ്ഞ വർഷം USAIDന്റെ ബജറ്റ് അത് ചെലവാക്കിയത്. ഈ വർഷം ഏതാണ്ട് 28 കുറയ്ക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതാണ് അടച്ചുപൂട്ടിയത്. ഏതാണ്ട് 600 ജീവനക്കാർക്ക് ഇന്നലെ തന്നെ കത്തയച്ചു. 2016 കണക്കനുസരിച്ച് 10,000-ഓളം ജീവനക്കാരുണ്ട്, അവരൊക്കെ പിരിച്ചുവിടും. വാസ്തവത്തിൽ ഈ USAIDന്റെ ഒരു മൊടയാണ് ഈ തീരുമാനത്തിന്റെ കാരണം. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അത് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആണ്, തരാൻ കഴിയില്ല എന്ന് എലൻ മസ്കിനോട് മുതിർന്ന ജീവനക്കാർ പറഞ്ഞു. ഇവരെല്ലാം ഈ വിദേശ സഹായ ഏജൻസി ആയതുകൊണ്ട് തന്നെ വഴിവിട്ട സഹായങ്ങൾ, പലപ്പോഴും അമേരിക്കൻ വിരുദ്ധ പ്രചരണങ്ങൾക്കൊക്കെ നിൽക്കുന്ന സംഘടനകൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുടപിടിക്കുന്ന സംഘടന, ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. അങ്ങനെ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ അമേരിക്കൻ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തിരുന്നവർക്കൊക്കെ USAID സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. അപ്പൊ ഇവർ ഈ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് കൊടുക്കാതെ വന്നപ്പോൾ എന്നെ പൂട്ടിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയും USAID പൂട്ടുകയുമാണ് ചെയ്തത്. അമേരിക്കയുടെ പ്രസ്റ്റീജ് സംഘടനയായ USAID പൂട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. പക്ഷേ വേസ്റ്റേജ് ഓഫ് മണി എന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. കോടിക്കണക്കിന് ഡോളർ വെറുതെ പോകുന്നു. അമേരിക്കയുടെ പണം അമേരിക്കക്കാർക്കുള്ളതാണ്, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വേസ്റ്റ് ആക്കാനുള്ളതല്ല. ലോകത്തെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഈ പണം വിതരണം ചെയ്യുന്നത് പലപ്പോഴും ഭീകര പ്രസ്ഥാനങ്ങളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന സംഘടനകൾക്കാണ്. അത് വേണ്ട എന്ന നിലപാട് ട്രംപിന്റേത്. അതിന്റെ ഭാഗമെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതായത് ട്രംപ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിച്ച് റിസൾട്ട് കിട്ടുന്നതുവരെ പുതിയ ഞെട്ടലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് അർത്ഥം.